ഹായ് ഹലോ, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇതാ നമ്മൾ ഇന്നത്തെ സൺഡേ വ്ലോഗാണ് കേട്ടോ. ഇതാ നമുക്കൊരു പുതിയ അതിഥി രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അത് വഴിതെറ്റി വന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ അമ്മ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയി. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. രാവിലെ എണീച്ച് വന്നു പറഞ്ഞാൽ അതിനെയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെതാ നമ്മളിന്ന് നീർദോശയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും നീർദോശയാണ് ഭയങ്കര ഇഷ്ടം. നമ്മൾ നീർദോശേൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഫുള്ളായിട്ട് കാണിക്കട്ടെ. അങ്ങനെ നമ്മൾ വെറും പച്ചരി മാത്രം സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഓവർനൈറ്റ് ഇങ്ങനെ മാത്രം അരച്ചെടുത്ത് ചുടുകയാണ് കേട്ടോ. നമ്മളിന്നലെ വൈകുന്നേരം ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചിക്കൻ വൈകുന്നേരം വെച്ചതുകൊണ്ട് രാത്രി വെച്ചതുകൊണ്ട് പിന്നെ കറി വെച്ചിട്ടില്ല. ചിക്കൻ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ആരും എടുത്തിട്ടില്ല. പിന്നെ ഇന്നത്തേക്ക് ഇങ്ങനെ കറി വെക്കണ്ടല്ലോ. അങ്ങനെ ദോശയൊക്കെ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മറ്റേ ഉഴുന്നിൻ്റെ ദോശേനേക്കാൾക്ക് ഇഷ്ടം നീർദോശയാണ്. സൺഡേ മിക്കവാറും നീർദോശയാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടത്. അങ്ങനെ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് നീർദോശ. മറ്റേ ഉഴുന്നിൻ്റെ ദോശ തിന്നാനുണ്ടോ, അതൊരു പഞ്ഞി ദോശയാണ്, ഒക്കെയാണ് ഇവിടെ പറയാറ്. അന്നേരം അവരൊന്നും കഴിക്കില്ല. കഴിക്കും, ഇഷ്ടമില്ല. പിന്നെ ലേശം അരിയും കൂടിയാണ് കൂടുതലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വൈകുന്നേരത്തേക്ക് നമുക്ക് നെയ്യൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ശർക്കര നമുക്ക് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. അരി അരച്ചെടുക്കാനാണ് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുക്കിൻ്റെ പാകത്തിന് ലേശം കരിതരി വേണം കടിക്കാനൊക്കെ. അന്നേരം ലേശം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല കരിയുണ്ട് കേട്ടോ. കുറച്ച് ഒരു നമുക്ക് മിക്സി പൊടിക്കുമ്പോൾ അറിയാലോ, അരിപ്പൊടി ഒരു കട്ടയായിട്ട് വരും. അന്നേരം അതിനൊക്കെ ഒന്ന് കൈകൊണ്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് ഫുള്ള് നമ്മൾ ശർക്കര ഒഴിക്കുമ്പോൾ അതിങ്ങനെ കട്ടയായിട്ട് കിടക്കും. അങ്ങനെ അതിനെ കൈവച്ച് നന്നായി പൊടിച്ചെടുക്കണം. കുറേയൊക്കെ നമുക്ക് സ്പൂൺ വെച്ച് ഉടയ്ക്കാൻ പറ്റും. നല്ല വലിയ കട്ടയൊക്കെ ആകുമ്പോൾ ഉജായ ഉണ്ടാവും. അന്നേരം അതിനൊക്കെ നന്നായി ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ പരിപാടിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ദോശയായി, കറിയായി. ഇനി ഉച്ചത്തേക്കുള്ളതൊക്കെയാണ് കേട്ടോ. പിന്നെ നന്നായി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ട്രിപ്പ് ഞാൻ എന്താക്കിയൊന്ന് അരച്ചാണ് എടുക്കുന്നത്. അടുത്ത ട്രിപ്പിൽ ഇട്ട് കൊടുക്കുന്നത് ലേശം 2 പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ പപ്പടം കൂടി, കറുത്തൊരു പപ്പടം കൂടി ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ്നെസ് വരും കേട്ടോ. ഇപ്പോൾ ഉന്തിയൊക്കെ വരാൻ നല്ലതാണ്. പഴം മാത്രമേ ഇടുന്നുള്ളൂ. പപ്പടം വേണ്ടവർക്ക് ഇടാം കേട്ടോ. നന്നായി സോഫ്റ്റായി കിട്ടും. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുപോലെ ഇട്ട് നോക്കുമ്പോൾ ഒന്ന് നല്ലതായിട്ട് സോഫ്റ്റായി വരും കേട്ടോ. ഇത് നമ്മളെ പൂവാണ്, മൈസൂർ പൂവ് എന്നൊക്കെ പറയില്ല, ആ പൂവും പഴമാണ് കേട്ടോ. അതിന് ലേശം ഒരു പുളി രസമൊക്കെയാണ്. അതിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ അടയ്ക്കാപ്പൂവിനെയൊക്കെ കാട്ടി ഈ മൈസൂർ പൂവിനാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അതിനൊരു പുളി രസമൊക്കെ ഇല്ലേ. അങ്ങനെ ശർക്കരയും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് ഞാനൊന്നും അരച്ചെടുക്കുന്നത്. വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞ് ശർക്കര വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് മദ്യം കുറഞ്ഞു. ശർക്കരപ്പാനി കൊണ്ട് തന്നെയാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. കാണുന്നുണ്ട് വിചാരിക്കുന്നു. അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ശർക്കര ലേശം വെള്ള കളർ ശർക്കരയാണ് കേട്ടോ. കറുപ്പ് കളറാണെങ്കിൽ കുറച്ചുകൂടി കളറുണ്ടാവും. കറുത്ത ശർക്കരയല്ല കേട്ടോ, ഇത് കുറച്ചൊരു ലൈറ്റ് കളറാണ്. ഞാനിത് ഒഴിച്ചെടുത്ത് നന്നായി മിക്സാക്കി എടുക്കുന്നു കേട്ടോ. ലേശം ശർക്കരയും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒന്ന് മിക്സാക്കുന്നുണ്ട്. ചെറിയൊരു കരിതരിയുണ്ട്, അതൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കടിക്കുന്ന ജായ ഉണ്ടാവും. പച്ചമാവ് ചുവയ്ക്കും എവിടെയെങ്കിലൊക്കെ. അതുകൊണ്ട് നന്നായി മിക്സാക്കണം കേട്ടോ. അതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു തുള്ളി ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഒരു തുള്ളിയില്ല, ഒരു നുള്ളു. പക്ഷെ അധികം
ഇതായി പോകാനും പാടില്ല, ശർക്കര കൂടാനും പാടില്ല കേട്ടോ. അതുകൊണ്ട് അധികം കട്ടിയാകാനും പാടില്ല, അധികം ലൂസാകാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ കാണിക്കുക കേട്ടോ. അങ്ങനെ വേണം നമ്മൾ ഈ മാവ് തയ്യാറാക്കി എടുക്കാൻ. നമ്മുടെ എല്ലാ കട്ടകളൊക്കെ ഉടഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഏകദേശം. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും കൂടി മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. ഒന്നും പറയുന്നുകൊണ്ട് ബോറടിക്കണ്ട കേട്ടോ. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഇങ്ങനെ പറയുമ്പോഴാണ് ഇപ്പോൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഒന്നും വിചാരിക്കില്ലേ. ഇല്ല, നമ്മൾ ഉരുളിയിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ബേക്കിംഗ് സോഡയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് പൊന്തി വരാൻ. ഇപ്പോൾ മഴയൊക്കെ അല്ലേ, ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇവിടെ വെയിലില്ല, 2-3 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. വൈകുന്നേരത്താണ്, ഇപ്പോൾ രാവിലെ തന്നെ മഴയുണ്ട് കേട്ടോ. എന്നൊക്കെ അല്ലെങ്കിൽ ചെറിഞ്ഞാണ് കേട്ടോ. ഇടിയും മഴയൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ സ്പൂൺ കൊണ്ട് ഉടച്ചിട്ട് ഉടയുന്നില്ല. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഒന്ന് ഒഴിച്ചെടുക്കാം. എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരമാണ് ഒഴിച്ചെടുക്കുന്നത്. നമ്മൾ പുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ഒഴിച്ചെടുക്കുക. ഇതുണ്ടോ, നമ്മൾ മാവ് നന്നായി ഒന്ന് പൊന്തിയൊക്കെ വന്നാൽ നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. നമ്മൾ എണ്ണ നന്നായി ചൂടാകണം, അല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയാം, ഉള്ളു വേഗത്തില്ല. നല്ല എണ്ണ പതച്ച് വരണം കേട്ടോ. ഇതിലേക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലേശം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം നമുക്ക് തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ല കേട്ടോ ആർക്കും, അതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇങ്ങോട്ട് തീരെ കടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ല, അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സാക്കിയിട്ട് നമുക്ക് എണ്ണ പതിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിച്ചെടുക്കും കേട്ടോ. നെയ്യ് എല്ലായിടത്തും ആകണം കേട്ടോ. നല്ല എണ്ണ പതച്ച് വരണേ. പതച്ച് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കള വരില്ലേ, അതുപോലെ വരണം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഉള്ളു വേഗത്തേ ഇല്ല. എണ്ണ പതിച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഉള്ളു വേഗത്തേ ഇല്ല, കരിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ ഒഴിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നെയ്യിട്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അതാണ്ടാ നന്നായി പൊന്തി വരുന്നുണ്ട്. അങ്ങനെ നന്നായി തിരിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇതാ നമ്മൾ നെയ്യത്തെ കൂടെ നന്നായി വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ അത് സ്റ്റിക്ക് എടുത്തിട്ട് ഉള്ളു വെന്തോ എന്ന് കുത്തി നോക്കാം കേട്ടോ. ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉള്ളു വെന്തിട്ടില്ലെങ്കിൽ പച്ചമാവ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ, നന്നായി വേകണം. പുറത്ത് 2 പേരും അടിയായിട്ടുണ്ട്. അവിടെ കരച്ചിലും പിടിച്ചിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നെയ്യൊക്കെ ഇടാൻ ആക്കിയിട്ട് അവിടെ ഇട്ടിട്ട് ഓടി വന്നിട്ടുണ്ട്. എന്തോ നോക്കാനായിട്ടോ. നല്ല സോഫ്റ്റ്, ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ചൂടെടുത്തിട്ട് ഇത് ഉടുന്നൊക്കെ പറയുന്നുണ്ട്. ചൂടാണ് കേട്ടോ. കേട്ടോ നന്നായി വെന്തിട്ടുണ്ട് ഉള്ളെല്ലാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂടാണ് കേട്ടോ, കടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എടുക്കുന്നു. ഇത്രയുള്ള നമ്മുടെ വീഡിയോ. താങ്ക് യു, ബൈ.